TJ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പപ്പിയെ നമ്മൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഒരു പപ്പിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഒരു പപ്പി നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു പപ്പിയെ നമ്മൾ വീട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ജോബിൻ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ജോബിൻ ചേട്ടൻ, നമ്മളിപ്പോൾ ഒരു വീട്ടിലും ഓരോ വീട്ടിലും എന്താ പറയുക, നമ്മുടെ പട്ടികളെ കാവൽക്കാരായിട്ട് കാണുന്നത് നമ്മുടെ ഇപ്പം ഓരോ എന്താ പട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്നേഹവും ഭയങ്കര നന്ദിയുള്ള വർഗമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട. അപ്പം അതൊന്ന് വിവരിച്ച് തരാൻ പറ്റും. ഇപ്പൊ ഒരു ലാബിന് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന്റെ ബ്രീഡ് അല്ലെ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ വാക്സിനേഷൻ എപ്പോഴാണ്? ഇത് ലാബിനെ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ലാബ് 4-5 ടൈപ്പ് ലാബ് ഉണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ടൈപ്പ് ലാബ്ഡോർ ആണ്. അമേരിക്കൻ ടൈപ്പ് ലാബ്ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുപ്പത്തിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ഇരിക്കും. ഇപ്പൊ അമേരിക്കൻ ടൈപ്പിന്റെ ഇപ്പൊ ഇത് അമേരിക്കൻ ടൈപ്പ് കുഞ്ഞാണ്, പക്ഷെ എങ്കിലും ഇതിന്റെ മുഖം ഇപ്പൊ നല്ല പഞ്ചിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിലൊരു 2.5 മാസം 3 മാസം ആകുമ്പോൾ കുറച്ച് കൂർത്തിട്ട് വരും. കൂർത്തിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ട് ഹൈറ്റ് ആയിട്ട് വന്നിട്ട് 1 വയസ്സ് കഴിയുമ്പോൾ തടി കയറി ഹെഡ് കയറി അങ്ങനെ ഒരു വലിയ ടൈപ്പായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ അമേരിക്കൻ ടൈപ്പ് ലാബ്ഡോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അഗ്രസീവ് ആയിരിക്കും, നല്ല വാച്ച് ഡോഗ് ആയിരിക്കും. പിന്നെ അനുസരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിയും. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ട്രെയിൻ ചെയ്തെടുത്ത് നമുക്കൊരു പെറ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് 1 വയസ്സാകുമ്പോഴത്തേക്ക് പട്ടിക്ക് തിരിയും. അപ്പൊ പക്ക വാച്ച് ഡോഗ് നമ്മളോട് ഭയങ്കര സ്നേഹവും അറ്റാച്ച്മെന്റും. ഒരു അമേരിക്കൻ ടൈപ്പോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ടൈപ്പോ ലാബ്ഡോറിനെ വാങ്ങിച്ച് വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ അവര് പിന്നെയും ലാബ്ഡോറിനെ വാങ്ങിച്ച് വളർത്തും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലേക്ക് മിലിറ്ററി സ്ക്വാഡ് ഇതൊക്കെ എടുക്കുന്നത് അമേരിക്കൻ ടൈപ്പ് ലാബ്ഡോറിനാണ്. എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ഇതിന് ബുദ്ധിയുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്കിപ്പം എങ്ങനെ പറയുക, ഇതിന് നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന് തിരിയും. രണ്ടാമത്തെ ടൈപ്പ് യൂറോപ്യനാണ്. യൂറോപ്യൻ പഞ്ച് ഫേസ് തന്നെ നിൽക്കും, വലിയ വൃത്തികേട് വരില്ല, ഷോർട്ട് ടൈല്, ഹെവി ഹെഡ്, പിന്നെ കോമ്പാക്റ്റ് ആയിരിക്കും, പൊക്കം കുറവായിരിക്കും. ഈ പെറ്റ് ക്വാളിറ്റി ലാബ് പെട്ടെന്ന് പെറ്റി വരികയും 10-12 കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ അമേരിക്കൻ ടൈപ്പിന് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അബോർഷൻ ആകൽ അങ്ങനെ കൂടുതലായിരിക്കും, എണ്ണവും കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളുക ചാടുക കൂട്ടിക്കടന്ന് വട്ടം കടന്ന് കറങ്ങും. അപ്പൊ അമേരിക്കൻ ടൈപ്പിനെ പ്രസവവും കുഞ്ഞുങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. അതാണ് ഒരു 10% അമേരിക്കനും യൂറോപ്പിനും, ബാക്കി ഒരു 10% പഞ്ചാബ് ടൈപ്പുമാണ് ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലുള്ളത്. പക്ഷേങ്കിൽ ഇപ്പൊ ചിലവർ പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് പഴയ ലാബ് നല്ല അനുസരണയാണ്, പത്രം എടുത്തോണ്ട് വരും, പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും, തേങ്ങ എടുത്തോണ്ട് വരും. അത് പക്ക അമേരിക്കൻ ആയതിനാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതുപോലെ ജോബിയുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏത് ഡോഗിനെ കുറിച്ചാണ്? ഇത് ലാബിൽ തന്നെ അമേരിക്കൻ ടൈപ്പിനും യൂറോപ്യൻ ടൈപ്പിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ഞാനിപ്പം കൊടുത്ത എന്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം കൊടുത്ത പട്ടീനെ കണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സ് റിലേഷൻ അങ്ങനെയുള്ള കച്ചവടങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഈ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലവരുടെ ലാബ് കൊരിക്കൂല, അവിടെ തിന്നോ ഉറങ്ങോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൊടുത്ത പപ്പീസിൽ ഒരു 90% നല്ല അഗ്രസീവും നല്ല വാച്ച് ഡോഗുമാണ്. അപ്പൊ ഇതിനെ കണ്ടിട്ട് ഇത് എവിടുന്ന് എടുത്ത് അങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പപ്പീസിന്റെ എൻക്വയറിയും കച്ചവടവും വരുന്നത്. അവർക്ക് റേറ്റ് പ്രശ്നമില്ല. നമുക്ക് ഇപ്പം ഈ പെറ്റ് ക്വാളിറ്റിയുടെ കുഞ്ഞിനെ 5-6 കിട്ടുമ്പോൾ ഇതിനെ 15-16 ഈ അമേരിക്കൻ ടൈപ്പിന് എടുക്കാൻ ഇഷ്ടം പോലെ കസ്റ്റമറും ഉണ്ട്. എനിക്ക് ഏകദേശം ഒരു മാസം കുറഞ്ഞതൊരു 15 പപ്പിയെങ്കിലും സ്റ്റഡ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റഡ് പപ്പീനെയും അല്ലാതെ നമ്മുടെ ഓൺ ബ്രീഡിംഗ് ഉള്ള പപ്പീസിനെയും ഈ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പീസിനെ എടുത്തിട്ട് അതിന്റെ ആ വിജയം കാരണമാണ് എനിക്ക് പപ്പീസ് ഇത്ര സെയിൽ ആവുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറ പെറ്റ് കെയറിംഗിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ? ജോബിയുടെ അഭിപ്രായം എന്താണ്? ഇപ്പം കുഞ്ഞു പിള്ളേരല്ല, പിള്ളേരുടെ മാതാപിതാക്കളാണ് ഇപ്പൊ പപ്പീസിനെ വാങ്ങാൻ വേണ്ടി കൂടുതൽ മുൻകൈ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വരുന്ന കേസിൽ ഒരു 50% എന്ന് വെച്ചാല് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചർമാര് അങ്ങനെയുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഫാമിലീസിൽ നിന്ന് വരുന്ന കോളുകളാണ് കൂടുതൽ വരുന്നത്. അവരുടെ എല്ലാവരുടെയും പ്രശ്നം ഈ പിള്ളേര് മൊബൈല്, TV ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഫുൾ ടൈം മൊബൈൽ പിടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവരുടെ എനർജി ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അപ്പൊ ഹൈപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ തലമുറ പോലെയല്ല. പണ്ടത്തെ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ മതിയായ ഭക്ഷണവും ഓവർ വർക്കും ആയിരുന്നു. അപ്പം വീട്ടിൽ എന്തെങ്കിലും പണി മിറ്റം അടിക്കാനും പാത്രം കഴുകാനും വെള്ളം കോരാനും ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം ടാപ്പിലായി. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഫുഡായി മിച്ചമാണ്. അപ്പൊ എനർജി വേസ്റ്റ് ആവുന്നില്ല. അപ്പൊ പിള്ളേർ ഓരോ ഹൈപ്പറായിട്ട് ഓരോരോ വഴക്കുകളും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ്
ഇവര് ലാബിന്റെ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങള് മൊബൈല് ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പൊ അതിന് പരിഹാരമായിട്ട് ഒരു പട്ടി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വീട്ടിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ ലാബാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ബ്രീഡും ലാബാണ്. അപ്പൊ അവർക്ക് ഈ പെറ്റ് ക്വാളിറ്റി ലാബിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിന്നോ ഉറങ്ങുക, അത് കൂടെ നടക്കുവോ, ഇത് പിള്ളേരുടെ കൂടെ ഓടി നടക്കുവോ, അങ്ങനെ ഒരു സംശയങ്ങളായിട്ടാണ് വിളിക്കുമ്പോൾ അത് ഞാൻ പരിഹാരമായിട്ട് പറഞ്ഞത് അമേരിക്കൻ യൂറോപ്യൻ ടൈപ്പ് ലാബിനെ വാങ്ങിക്കുക. അത് ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. അത് ഹൈപ്പറായിട്ട് മുറ്റത്തോടെ ഓടി നടക്കുകയും ചാടി കിടക്കുകയും അങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂടെ പിള്ളേർ ഓടി അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മൊബൈൽ ഫോണും TV ഒക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഇവർ ഈ ഡോഗിന്റെ പുറകെയും ഡോഗിനെ കൂടെ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 20% പേരും പട്ടിക്കുഞ്ഞിനെ എടുക്കുന്നത്. ഗുഡ് ഇൻഫർമേഷൻ. നമ്മുടെ ഈ പുതുതലമുറ ഇപ്പം ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊരു പട്ടീനെ വാങ്ങിയത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എൻ്റെ വീട്ടിലൊരു പട്ടിയുള്ളത് നമുക്കതിനെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ അഡിക്ഷനിൽ നിന്ന് ഒരു എന്താ പറയുക ഡി അഡിക്ഷൻ വരുന്ന നമുക്കത് ഒരു പെറ്റിനെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം ഉണ്ടാവും. അവർ സ്നേഹം എന്താന്ന് പഠിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് ജോബിയുടെ പറഞ്ഞ ഒരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് കൂടെ ജോബിയുടെ വീട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള പട്ടികളുണ്ട്, ഏതൊക്കെ ബ്രീഡ് ഉണ്ട്? ഇപ്പൊ ലാബ്രഡോർ മാത്രമേ ഉള്ളൂ, പിന്നെ സ്റ്റഡ് ഡോഗ് ആയിട്ട് ഒരു ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പപ്പീസ് ലാബിന്റെ മെയിൻ ആയിട്ട് സ്റ്റഡ് പപ്പി, ഓൺ ബ്രീഡിങ് പപ്പീസും ആണ് ഉള്ളത്. ലാബിന്റെ പപ്പീസ് എപ്പോഴും അവൈലബിൾ ആണോ? ലാബിന്റെ പപ്പീസ് എപ്പോഴും അവൈലബിൾ ആണ്. മാസം ഒരു 10-15 സ്റ്റഡും എൻ്റെ വീട്ടിൽ ഇപ്പൊ 8 ഫീമെയിൽ ഉണ്ട്, അതിന്റെ പപ്പീസുമായിട്ട് വരും. ഇപ്പൊ സീസൺ തുടങ്ങുവാണ്. ഇപ്പൊ ഡിസംബർ പകുതിയാവും പരീക്ഷ കഴിയുമ്പോൾ തൊട്ട് പുറത്തുനിന്ന് വരുന്ന ടീമും അല്ലാതെയായിട്ട് ഇപ്പൊ പപ്പീസ് ഇഷ്ടം പോലെ എൻക്വയറി വരുന്ന ടൈമിലേക്കാണ് ഇപ്പൊ വരുന്നത്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ ജോബേട്ടാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഇനി പപ്പീനെ വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ച് പപ്പി ബുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.